നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതേപോലെ യോഗ വിദ്യയുമായി ബന്ധപ്പെട്ട വളരെയധികം ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയുള്ള അല്ലെങ്കിൽ അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധന ചെയ്യുന്ന എല്ലാ ആധ്യാത്മിക സാധനകൾ, ഏത് ആധ്യാത്മിക സാധന ചെയ്യുന്ന ആൾക്കും ഈ ആധ്യാത്മിക സാധനയുടെ ഫലം തൻ്റെ ശരീരത്തിൽ എപ്പോഴാണ് അനുഭവപ്പെടുക, തനിക്ക് എപ്പോഴാണ് ഇതിൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പ്രാണായാമ സാധനങ്ങളൊക്കെ ഏർപ്പെടുന്നവർക്ക് തൻ്റെ ശരീരത്തിൽ ഈ കുണ്ടലിനി ശക്തി ഉണരുന്നുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണത് അതിൻ്റെ ഉണർച്ച ഉണ്ടാവുക, എന്താണ് ശരീരത്തിൽ സംഭവിക്കുക, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവും. എപ്പോഴാണ് ഈ ആധ്യാത്മിക സാധനയുടെ ഫലം നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ സാധന ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ അനുഭവങ്ങൾ അതാത് സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി ഒരു ക്ലാസിന്റെ ആവശ്യമില്ല. മറിച്ച് സാധനകൾ ചെയ്യുകയും എന്നാൽ ഒരു അനുഭവം, അങ്ങനെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവമൊന്നും ഫീൽ ചെയ്യാത്ത ആളുകൾക്ക് ഈ വീഡിയോ പ്രത്യേകമായിട്ട് നന്നായിട്ട് ഉപകാരപ്പെടും. ചില സമയത്ത് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ശരീരത്തിൽ, നമ്മൾ സാധനയുടെ റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അത് സാധനയുടെ ഫലമാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സാധനയുടെ ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെ നമുക്ക് ആത്മീയ സാധനയുടെ ലക്ഷണമാണോ എന്ന് തിരിച്ചറിയാത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. അപ്പോ ഏതൊരു സാധനയിൽ ഏർപ്പെടുന്നവർക്കും ആ സാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടാവും. അതാണ് പ്രാഥമികമായിട്ടുള്ള അനുഭവങ്ങളുടെ സമയം. അതായത് ഇപ്പൊ മന്ത്രജപമാവട്ടെ, നാമജപമാവട്ടെ, അല്ലെങ്കിൽ പ്രാണായാമങ്ങളാവട്ടെ, ഏത് തരത്തിലുള്ള പ്രാണായാമം, നമ്മൾ ശക്തമായ പ്രാണായാമ ക്രിയകളുള്ള ഹഠയോഗ പ്രാണായാമങ്ങളോ കുണ്ടലിനി യോഗ തുടങ്ങിയ പ്രാണായാമങ്ങളോ പരിശീലിക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് ഈ ഉള്ള പ്രാണായാമങ്ങളുള്ള ഹംസവിദ്യ, സിദ്ധവിദ്യ, വാസിയോഗ തുടങ്ങിയ ക്രിയകൾ പരിശീലിക്കുന്നവരാവട്ടെ, അവരൊക്കെ ആ പരിശീലനം നടത്തുമ്പോൾ തന്നെ ചില അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള ഊർജത്തിന്റെ പ്രവാഹം അല്ലെങ്കിൽ കിരികിരിപ്പ്, നമ്മളെ സുഷുമ്നയിലൂടെ നട്ടെല്ലിലോ അല്ലെങ്കിൽ ശിരസിലോ ഒക്കെ കിരികിരിപ്പ്, എന്തോ അരിക്കുന്നത് പോലെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവാറുണ്ട്. പല തരത്തിലാണിത് ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലർക്ക് ചൂട് അനുഭവപ്പെടും, ചിലർക്ക് തണുപ്പ് അനുഭവപ്പെടും ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സാധന ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ തികച്ചും അസ്വാഭാവികമായ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് അനുഭവമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്, അത് ആ സാധന ഫലവത്തായി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള ഊർജത്തിന്റെ ചലനങ്ങൾ നമുക്ക് അനുഭവപ്പെടുക. ഇത് സാധന ചെയ്യുന്ന സമയത്തും അനുഭവപ്പെടാം. അതിൽ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്രാണായാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രാണായാമത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹംസവിദ്യ, സിദ്ധവിദ്യ, വാസിയോഗ തുടങ്ങിയ സ്വാഭാവികമായ ശ്വാസത്തെ ദീർഘിപ്പിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന യോഗ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സാധകർക്ക്, അവരില് ഈ ബന്ധങ്ങളും മുദ്രകളും ക്രിയയുടെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ശരീരത്തിൽ സംഭവിക്കും. ഹഠയോഗ അല്ലെങ്കിൽ കുണ്ടലിനി യോഗ ഇങ്ങനെയുള്ള ആളുകൾ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മുദ്രകളും ബന്ധങ്ങളും പ്രത്യേകമായി പരിശീലിക്കും. അവർ മൂലബന്ധൻ, ജലാന്തര ബന്ധൻ,
ഉദ്യാനബന്ധൻ ഇതൊക്കെ, അതുപോലെ മഹാബന്ധൻ ഇതൊക്കെ അവർ പ്രത്യേകമായിട്ട് പരിശീലിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണായാമം അവർ പരിശീലിക്കും, അതോടൊപ്പം അഡീഷണൽ ആയിട്ട് ഈ ബന്ധങ്ങളും മുദ്രകളും പ്രത്യേകം ക്രിയകളായിട്ട് അവർ പരിശീലിക്കും. എന്നാൽ ഹംസവിദ്യയും സിദ്ധവിദ്യയും ഒക്കെ പരിശീലിക്കുന്നവര് അവര് ഈ സ്വാഭാവികമായ ശ്വാസത്തെ ദീർഘിപ്പിക്കുന്നതിൽ മാത്രമാണ് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധങ്ങളും മുദ്രകളും ഒക്കെ ശരീരത്തിൽ നമ്മൾ ആ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, ആ പ്രാണായാമം വളരെ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ, അത് ശരീരത്തിൽ പ്രകടിതമായി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മൂലബന്ധനം, ഉദ്യാനബന്ധനം, ജാലാന്തരബന്ധനം ഒക്കെ സ്വാഭാവികമായിട്ട് അതാത് സ്റ്റേജിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ വിദ്യകള് പരിശീലിക്കുന്നവർ പ്രത്യേകമായിട്ട് പരിശീലിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവർക്ക് ഈ അനുഭവം ഈ ക്രിയ ചെയ്യുമ്പോൾ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ കുണ്ടലിനി യോഗയും ഹഠയോഗ പ്രാണായാമം ഒക്കെ ചെയ്യുന്നവർക്ക് ഈ അനുഭവം മിക്കവാറും ഈ ക്രിയ ചെയ്യുമ്പോഴല്ല ഉണ്ടാവുക. ക്രിയ ചെയ്യുമ്പോൾ ഈ ഊർജത്തിന്റെ പ്രസരണം നമുക്ക് അറിയാം, പക്ഷേ മൂലബന്ധനം ഇതൊക്കെ സംഭവിക്കുന്നത് പൊടുന്നനെ ആയ ഒരു ഞെട്ടലോടുകൂടി അങ്ങനെ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒന്നേ ഉള്ളൂ, സാധന ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ ഊർജ പ്രസരണത്തിന്റെ ഗതിവിഗതികൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സാധന ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഒന്ന്. പിന്നീട് ഏറ്റവും കൂടുതലായിട്ട് ഏത് സാധന ചെയ്യുന്നവർക്കും ഈ ഊർജത്തിന്റെ ഏറ്റവും ശക്തിമത്തായ വിനിമയം നടക്കുക നമ്മൾ വിശ്രമിക്കുമ്പോഴാണ്. അത് ഉറങ്ങുന്ന അവസ്ഥയിലാണ്. നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ രാവിലെ തന്നെ ചെയ്തതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ദൈനംദിന കൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ സാധന ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് സാധനയൊക്കെ ചെയ്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങുന്ന വേളയിൽ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്തും അല്ലെങ്കിൽ ഉറക്കത്തിലും ആണ് ഈ ഊർജ പ്രസരണം അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിലേക്ക് സംഭവിക്കുക. കാരണം അവിടെ മനസ്സിന്റെ പ്രതിരോധമില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സ് അതിന്റെ വിശ്രമാവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത സാധനയുടെ ഫലമായിട്ടുള്ള ആ ഊർജ പ്രസരണം അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും അല്ലെങ്കിൽ ഗാഠമായ ഉറക്കത്തിലുമാണ് സംഭവിക്കുക. ആ ഉറക്കത്തിൽ വീഴുമ്പോഴൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമ്മൾ ചില ഞെട്ടലുകൾ, കൈ കാലൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിക്കും. ബെഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഓരോ ഞെട്ടലുണ്ടാവും ചിലപ്പോൾ കാലിലും കയ്യിനും ഒക്കെ. അതൊക്കെ അപകടമാണോ എന്നുള്ള രീതിയിലൊക്കെ ഭീതി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ അതൊന്നും അപകടകരമല്ല. ശരീരം അതിൻ്റെ അവിടെയുള്ള നാഡികളെല്ലാം പരിപൂർണമായ വിശ്രമാവസ്ഥയിലേക്ക് നല്ല സുഖകരമായിട്ട് അവിടുത്തെ ബ്ലോക്കുകളൊക്കെ നീങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അതാണ് ആ ഞെട്ടൽ. ആ ഊർജം അവിടെ ചെന്ന് ഇടിച്ച് ആ ബ്ലോക്കിനെ തുറക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഞെട്ടൽ. സാധകന്മാർക്ക് ഇങ്ങനെ ഉറക്കത്തിലൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് ഉറക്കത്തിലേക്ക് വീഴുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ആ ഞെട്ടലൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ടാണ് എടുക്കേണ്ടത്. ഗ്രന്ഥിക്കെട്ട എന്നാണ് ഇതിനെ യോഗശാസ്ത്രത്തിൽ പറയാം. അത് മറികടക്കുകയാണ്, അത് തുറക്കുകയാണ്. ഓരോ ഗ്രന്ഥികളായിട്ട് തുറക്കുമ്പോൾ ഊർജം ചാടുന്നതിൻ്റെ, ഒരു കേന്ദ്രത്തിൽ നിന്ന് അടുത്ത കേന്ദ്രത്തിലേക്ക് ചാടുന്നതിൻ്റെ പ്രകമ്പനമാണ് ഇങ്ങനെ ഈ ഞെട്ടലൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതെല്ലാം പോസിറ്റീവ് സൈനാണ്. അപ്പൊ മന്ത്രജപം അങ്ങനെ നാമജപമൊക്കെ ചെയ്യുന്നവർക്ക് കിരികിരിപ്പാണ് തോന്നുന്നത്. ശിരസിനകത്തോ അല്ലെങ്കിൽ സുഷുമ്നയിലോ ഒക്കെ ചെറിയ കിരികിരിപ്പ്, തണുപ്പ് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുക. ശക്തമായ പ്രാണായാമങ്ങൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ശക്തമായി തന്നെ അതിന്റെ ഊർജപ്രവാഹത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഊർജ പ്രസരണത്തിന്റെ വേളകളാണ്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം, ഈ ഏത് സാധന ചെയ്താലും അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നത് നമുക്ക് സമാധി അവസ്ഥ സിദ്ധിക്കുക എന്നുള്ളതാണ്, യോഗം സിദ്ധിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ്. ഇതിനെ ആധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ എൻലൈറ്റ്മെന്റ്, ബോധോദയം. ബോധോദയം സംഭവിക്കുന്ന സമയം എപ്പോഴാണ്?
നമ്മൾ കൃത്യമായിട്ടുള്ള സാധനയാണ് ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും എല്ലാവർക്കും ബോധോദയം ഈ ജന്മത്തിൽ തന്നെ കിട്ടും. ഈ സാധനയുടെ ഫലമായിട്ട് ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ടുള്ള സാധനയാണ്, കൃത്യമായ പ്രാണായാമം, കൃത്യമായ രീതികൾ, അത് എല്ലാം ശരിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ നാഡികളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങി നമുക്ക് ആ ബോധോദയം ലഭിക്കുക എന്നുള്ളത് ഈ ജന്മത്തിൽ തന്നെ സാധ്യമാണ്. അത് മിക്കവാറും ആളുകളിൽ സംഭവിക്കുന്ന സമയം എന്നത് ബ്രാഹ്മ മുഹൂർത്തമാണ്. അതായത് രാത്രി 2 മണിക്കും ഒരു 3:15, 3:30 ഇടയ്ക്കുള്ള സമയത്ത് ആണ് ബോധോദയം സിദ്ധിച്ച 90% ആളുകൾക്കും അത് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രഹ്മനാഡി ഉണരുന്ന സമയമാണ്. അതായത് സുഷുമ്ന നാഡിയും കേന്ദ്ര നാഡീവ്യൂഹം മൊത്തത്തിൽ ഉത്തേജിതമാവുന്ന സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രകൃതിയുമായിട്ടുള്ള ഏതെല്ലാമോ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അതിന് രൂപപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ജൈവ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് ആ സമയത്ത് അത് വർക്കൗട്ട് ആവും. അതുകൊണ്ടാണ് അതിനെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം നമ്മുടെ നാഡികളെല്ലാം അതിന്റെ പരിപൂർണമായി ഉണരുന്ന സമയം ഈ ബ്രാഹ്മ മുഹൂർത്തമാണ്. അതായത് രാത്രി 2 മണിക്കും 3:15, 3:30 ഇടയ്ക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് മൊത്തം നാഡീവ്യൂഹം പരമാവധി ഉത്തേജിത അവസ്ഥയിലായതുകൊണ്ട് തന്നെ നമ്മളുടെ കുണ്ടലിനി ഊർജം എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ ജൈവ ഊർജം പ്രാണനാണെങ്കിലും അത് സുഷുമ്നയിലൂടെ മുകളിലേക്ക് പാഞ്ഞ് നമ്മുടെ സഹസ്രാരത്തിൽ ശിവശക്തിയുമായി അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡിൽ എത്തിച്ചേരുന്നത് കൃത്യമായിട്ടും ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. അതായത് നമുക്ക് ബോധോദയം ലഭിക്കുന്നത് ആ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മ മുഹൂർത്തമാണ്. നിങ്ങൾ ബുദ്ധന്റെ കഥയിൽ കേട്ടുക. ബുദ്ധൻ 6-7 വർഷമാണ് സകല ഗുരുക്കന്മാരിൽ നിന്നും വിദ്യ സ്വീകരിച്ച് ഒരുപാട് സാധനങ്ങൾ ചെയ്ത് ശരീരത്തെ ക്ലേശിപ്പിച്ച് അന്വേഷണം തന്നെയായിരുന്നു. അടങ്ങാത്ത അന്വേഷണം. 6-7 വർഷമാണ് അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങിയിട്ട് ഈ അന്വേഷണം നടന്നത്, ഈ സാധനകൾ ചെയ്തത്. അന്ന് ലഭ്യമായ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അദ്ദേഹം പരിശീലിച്ചിരുന്നു. അവസാനം ഹതാശനായിട്ട് ഈ ബോധോദയം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നില്ല. ഒരു ദിവസം ആ ബോധോദയം ലഭിച്ച ദിവസം അന്ന് രാത്രി അദ്ദേഹം ഗയയിലെ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. ഉറക്കം ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ധ്യാനത്തിൽ ഇരുന്ന് ആ ബ്രാഹ്മ മുഹൂർത്തം എത്തിയപ്പോഴാണ് പൊടുന്നനെ ഉള്ളിലുള്ള ഈ ഊർജപ്രവാഹം അതിൻ്റെ ശരിയായ ഗതിയിലേക്ക് എത്തുകയും അത് സംഭവിക്കുകയും അദ്ദേഹം പുതിയൊരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്തത്തിന് അത്രയും പ്രാധാന്യമാണുള്ളത്. ഇപ്പൊ എല്ലാ ആധ്യാത്മിക സാധകരും മനസ്സിലാക്കേണ്ട, പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ് ഈ ബ്രാഹ്മ മുഹൂർത്തം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിൽ സാധന ഫലം കൃത്യമായിട്ട് ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. സാധന ചെയ്യുമ്പോൾ അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാം. ആ സമയത്ത് നമ്മൾ സമാധി പരിശീലനം കൂടി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സമയത്തും ലഭിച്ചേക്കാം, സാധന ചെയ്യുന്ന സമയത്ത് ലഭിച്ചേക്കാം. ഇനി അതൊന്നുമില്ലെങ്കിലും നമ്മുടെ ക്രിയ വളരെ കറക്റ്റ് ആണെങ്കിൽ ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ സംഭവിക്കും. ധ്യാനത്തിൽ ഇരിക്കണമെന്നേ ഇല്ല. ആ സമയത്ത് നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ബ്രാഹ്മ മുഹൂർത്തത്തിൽ നാഡികൾ പരിപൂർണമായും തുറക്കപ്പെടുന്ന ആ സമയത്ത്, ഉത്തേജിതമാവുന്ന ആ സമയത്ത് ഈ ഊർജം അതിൻ്റെ മുകളിലേക്ക് ഗമിക്കുകയും സഹസ്രാരത്തിലെത്തി പീനിയൽ ഗ്ലാൻഡ് പരിപൂർണമായി ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അതിനെയാണ് നമ്മൾ ശരിക്കും സമാധി എന്നും അല്ലെങ്കിൽ ബോധോദയം എന്നും മോക്ഷമെന്നും നിർവാണമെന്നും ബ്രഹ്മജ്ഞാനം നേടുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അത് ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ കൃത്യമായി സംഭവിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അത് അവിടെയാണ് എത്തിച്ചേരുക.
എന്നാൽ സാധന ചെയ്യുന്ന ആളുകളിലൊക്കെ ഇതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഓരോ സമയത്തും ഉണ്ടാവും. പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കം കുറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഒരു 3-4 മണിക്കൂർ ഉറങ്ങി കഴിയുമ്പോഴേക്കും തന്നെ പരിപൂർണമായ വിശ്രമാവസ്ഥ നമുക്ക് ലഭിച്ചു കഴിയും. നമ്മൾ വളരെ ഫ്രഷായിട്ട് ഈ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ തുടങ്ങും. അപ്പോൾ 1 മണിക്ക് ശേഷം 2 മണിക്കൊക്കെ ഉണർന്നു തുടങ്ങുക എന്നുള്ളത് നമ്മളുടെ സാധന വളരെ കൃത്യമായ വഴിയിലാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അതൊരു ഉറക്കക്കുറവായിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നൊന്നും ആരും ഭീതിപ്പെടേണ്ടതില്ല. കാരണം അത് ഉറക്കക്കുറവല്ല. നമ്മളുടെ സാധന കൃത്യമായതിന്റെ വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് നമുക്ക് ഉറക്കം കുറച്ച് മതി എന്നുള്ളത്. കുറച്ചുറങ്ങുമ്പോഴേക്ക് തന്നെ ശരീരത്തിന് പരിപൂർണമായ വിശ്രമാവസ്ഥ ലഭിക്കും. പിന്നെ ആ ബ്രാഹ്മ മൊത്തത്തിൽ നാഡികളൊക്കെ ഉണരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഉണരുകയാണ് ചെയ്യുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആരും ഭയപ്പെടേണ്ടതില്ല. ഇത് വളരെ ശരിയായിട്ടുള്ള ഒരു രീതിയിലാണ്, മാർഗത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സാധനയിൽ തന്നെ തുടരുക. ഒരു ദിവസം വന്നെത്തും, കൃത്യമായും നിശ്ചയമായും ആ ഒരു ദിവസം വന്നെത്തും. നമ്മുടെ ആധ്യാത്മിക സാധനയുടെ ലക്ഷ്യം നമുക്ക് പ്രാപിക്കാനാവും. എല്ലാവരും ഇത് മനസ്സിലാക്കി ഒരു ഭയവും ഇല്ലാതെ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഭയപ്പെടുത്തും. പലപ്പോഴും ഈ മനസ്സൊക്കെ നിശ്ചലമാവുന്നതൊക്കെ എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെയൊക്കെയുള്ള തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പൊ ചിലരൊക്കെ ആ സാധനയിൽ നിന്ന് പിന്മാറുന്നുണ്ട് ആ ഭീതി കാരണം. സത്യത്തിൽ ഒന്നും അപകടകരമായ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മനസ്സിന്റെ ഒരു കളിയാണ്. മനസ്സ് നിശ്ചലമാവാൻ പോകുന്നതിന്റെ മുന്നേ മനസ്സിന്റെ പ്രതിരോധമാണ് അതെല്ലാം. അപ്പോൾ അതിലൊന്നും ഭയപ്പെടേണ്ടതില്ല. കൃത്യമായി സാധന തുടരുക. ഇപ്പോൾ ഈ യോഗശാസ്ത്രം എന്നത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇന്നത്തെ നമ്മുടെ സയൻസ് ഒന്നും ഈ അളവിൽ ഈ ആന്തരികമായ നമ്മളുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ ഉന്നതികളെയൊക്കെ വിസ്തരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ തക്ക അളവിൽ നമ്മളുടെ ആധുനിക ശാസ്ത്രം എത്തിയിട്ടില്ല. പക്ഷെ യോഗശാസ്ത്രം ഈ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ഊർജ പ്രവാഹങ്ങളുടെയൊക്കെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളൊക്കെ യോഗശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ പഠിക്കുക, നമ്മളെ സാധനയിൽ മുന്നേറുക. ഒരു ദിവസം നിശ്ചയമായും നമ്മളെല്ലാവരും നമ്മളുടെ ആത്മീയമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.